കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവരിലേക്കും എത്തിയ വാർത്തയാണ് സെബി അധ്യക്ഷ മാധവി ബുച്ചിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് അമേരിക്കൻ ഷോർട്ട് സെല്ലർ സ്ഥാപനമായ ഹിൻഡൻബർഗ് എന്നത്. നിക്ഷേപകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ് ഓരോ തവണയും ഹിൻഡൻബർഗ്. 2023 ജനുവരിയിലാണ് ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയത്. തുടർന്ന് കമ്പനിയുടെ ഓഹരി വിലയിൽ വമ്പൻ ഇടിവിന് കാരണമാവുകയായിരുന്നു. അന്ന് നേരിട്ട ആരോപണങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും അദാനി ഗ്രൂപ്പ് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് പുതിയ ആരോപണങ്ങളുമായി ഹിൻഡൻബർഗിന്റെ അടുത്ത വരവ്. അദാനിയുടെ നാൾവഴികളിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട്. പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ സുജേത ദലാലും ഹിൻഡൻബർഗിനെ കൂടാതെ അദാനിക്കെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് അത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പേരോ ഒരു സൂചനയും ഇല്ല എങ്കിലും അന്നത്തെ സുജേതയുടെ ആരോപണം കൃത്യമായി അദാനിക്ക് നേരെ കൊണ്ടുവെന്ന് പറയാം. അതായത് ഹിൻഡൻബർഗിന് മുൻപേ അദാനി സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമ വിലവർധനവ് ഉണ്ടാക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലായിരുന്നു 2021 ജൂണിൽ സുജേത പുറത്തുവിട്ടത്. അന്നും ഗ്രൂപ്പിനെതിരെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. തുടർന്ന് അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ മൂല്യത്തിൽ വലിയ ഇടിവുണ്ടായി. ആരോപണങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. അദാനി ഗ്രീൻ എനർജി ഉൾപ്പെടെ നാളിതുവരെ 5000% നേട്ടം നൽകിയതിനു പിന്നിൽ എന്തുകൊണ്ട് ഒരു തെറ്റും സെബിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നും കുതിക്കുന്ന പല അദാനി ഓഹരികളുടെ വാല്യുവേഷനിലും കൃത്രിമം ഉണ്ടെന്നുമായിരുന്നു ഉയർന്ന ആരോപണങ്ങൾ. പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറം ഹിൻഡൻബർഗും അദാനി ഗ്രൂപ്പിനെ തളർത്തിയത് വലിയ രീതിയിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2023 ജനുവരിയിൽ അമേരിക്കൻ ഷോർട്ട് സെല്ലർ സ്ഥാപനമായ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അദാനി കുടുംബത്തിലെ അംഗങ്ങളുടെ വിവിധ കമ്പനികൾ ചേർന്ന ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഷെയർ മാർക്കറ്റിലെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇതിനെ തുടർന്ന് കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ മൂല്യം ഇടിയുകയും ഇന്ത്യ പാർലമെന്റിൽ വരെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. റിപ്പോർട്ടിനെതിരെ അദാനി ഗ്രൂപ്പ് 413 പേജ് വരുന്ന ഒരു ബദൽ റിപ്പോർട്ട് ഉണ്ടാക്കി അന്ന് പ്രതികരിച്ചിരുന്നു. ഇതിനു മറുപടി എന്നോണം ഹിൻഡൻബർഗിന്റെ തലവൻ ഒരു റിപ്പോർട്ട് കൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വിഷയത്തിൽ ഒരു വിദഗ്ധ സമിതിയെ സുപ്രീം കോടതി കാര്യങ്ങൾ പഠിക്കാനായി നിയോഗിച്ചു. വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞു. 2020 മെയ് 26 വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനു പിന്നാലെ പല ദേശീയ മാധ്യമങ്ങളും പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയും അദാനിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തി. ഇപ്പോൾ മാർക്കറ്റ് റെഗുലേറ്ററായ സെബിക്കെതിരെ കൂടി ആരോപണങ്ങൾ വന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇനിയുള്ള നടപടികൾ എങ്ങനെയാകും? അദാനിക്കെതിരെയുള്ള വിവാദങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഓഹരിയും നിക്ഷേപകരും ഇതിനോട് എങ്ങനെയാകും പ്രതികരിക്കുക? കാത്തിരുന്നു തന്നെ അറിയണം.